നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി DGP റവാഡ A ചന്ദ്രശേഖർ നിയമോപദേശം തേടുകയും ചെയ്തു. നടപടിയെടുക്കും മുൻപ് അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടുവാനാണ് നീക്കം. കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ടിടപെട്ടെന്ന ആരോപണം നേരിടുകയാണ് ഉന്നത ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ നടപടി പിഴവില്ലാത്ത വിധമാക്കാനാണ് നിയമോപദേശം തേടിയത്. ബബ്കോ MD ആയ അജിത് കുമാറിന് ഈ മാസം അവസാനം DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാനിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് പുതിയ നൂനാമാലകൾ എത്തുന്നത്. അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 2 ഗ്രേഡ് SIമാരുടെ അനധികൃത ഇടപെടലും കേസ് അന്വേഷിച്ച SIT കണ്ടെത്തി. ഇവർക്കെതിരെയും വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച സുരക്ഷാ സംഘത്തെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അജിത് കുമാർ വഴിവിട്ടിടപെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കൈവശത്താണ് ഉള്ളത്. ഇത് ആഭ്യന്തരമന്ത്രിക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞാൽ അതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നിയമോപദേശം കൂടി ഉൾപ്പെടുത്തി വകുപ്പ് തല നടപടി സംബന്ധിച്ച ശുപാർശ സഹിതമാകും DGP റിപ്പോർട്ട് കൈമാറുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർ എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അതേസമയം KC വേണുഗോപാൽ MB ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നിരപരാധികളെ തല്ലിച്ചതച്ചവരെ സംരക്ഷിച്ചതാണോ DGP ആകാനുള്ള യോഗ്യത എന്നൊരു ചോദ്യം KC വേണുഗോപാൽ MB ഉന്നയിച്ചു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും KC വേണുഗോപാൽ MB വ്യക്തമാക്കി. അതേസമയം വളരെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു കേസാണിത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ഈ വിവാദം, രക്ഷാപ്രവർത്തനം, ആ അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്ന് SIT റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അന്വേഷണ സംഘത്തലവൻ SP ഷൗക്കത്ത് അലി DGPക്ക് നേരിട്ടാണ് റിപ്പോർട്ട് കൈമാറിയത്. ADGP MR അജിത് കുമാറിനെതിരെ ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴികളും കേസ് ഡയറി തിരുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉള്ളതായിരുന്നു സൂചന. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് റിപ്പോർട്ടിൽ ശുപാർശ ഇല്ലെന്നായിരുന്നു വിവരം. കേസിൽ ADGP അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. പിണറായിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഓഫീസിൽ വെച്ച് കേസ് ഡയറി തിരുത്തിയെന്നാണ് മുൻ അന്വേഷണ സംഘം ADGPക്കെതിരെ മൊഴി നൽകിയത്. ADGP അജിത് കുമാറിന്റെ അറിവോടെ ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും ചേർന്ന് രേഖകൾ തിരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ആദ്യ അന്വേഷണ സംഘത്തിന്റെ മൊഴി. രേഖകൾ ADGPയുടെ അറിവോടെ തിരുത്തിയെന്ന് ഗ്രേഡ് SIമാരും SITയുടെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. UDF സർക്കാർ അധികാരമേറിയ ശേഷമാണ് കേസ് പുനരന്വേഷിക്കാൻ SITയെ നിയോഗിച്ചത്. തുടർന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 പേരെ പ്രതി ചേർത്ത് SIT കോടതിയിലും DGPക്കും റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ADGP അജിത് കുമാറിനെതിരെ DGP തല അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കാനാണ് സാധ്യത. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ADGPയുടെ ഓഫീസിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. കേസ് അട്ടിമറിയിലാണ് അന്വേഷണം MR അജിത് കുമാറിന്റെ ഓഫീസിലേക്ക് വ്യാപിപ്പിച്ചത്. അജിത് കുമാറിന്റെ ഓഫീസിലെ മുൻ ജീവനക്കാരുടെ മൊഴിയെടുക്കുക എന്നൊരു തീരുമാനമൊക്കെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനായിരുന്നു തീരുമാനം. പിന്നാലെ ADGP ഓഫീസിലെത്തി SIT അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. മർദ്ദനത്തിന് ഉപയോഗിച്ച ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമായിട്ടുണ്ട്. പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങൾ SIT പരിശോധിക്കുന്നുണ്ട്. മർദ്ദനത്തിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണെന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിച്ചു, തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജരേഖകൾ ചമച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയിലായിരുന്നു അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കിയിരുന്നത്. പോലീസ് ഫോട്ടോഗ്രാഫ്ഡ് ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന റഫർ റിപ്പോർട്ടിലെ പ്രസ്താവന കള്ളമാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ മർദ്ദനം പകർത്തിയിട്ടില്ല എന്ന മൊഴി നൽകിയിരുന്നു. റഫർ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യം പകർത്തിയെന്ന കാര്യം വ്യാജമായി രേഖപ്പെടുത്തിയെന്നും SIT റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആലപ്പുഴ സെഷൻസ് കോടതിയിലായിരുന്നു SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം കേസിൽ ഗ്രേഡ് SIമാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടായേക്കുമെന്നാണ്
വിവരം. എന്തായാലും ADGPക്കെതിരെ നേരത്തെ ആരോപണം ഉയരുന്നു. പിന്നാലെ അന്വേഷണം, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ SIT പരിശോധന നടത്തി. സന്ദർശക രജിസ്റ്റർ, ADGP ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ, പോലീസ് ക്ലബിലെ രേഖകൾ തുടങ്ങിയവ SIT പരിശോധിച്ചിരുന്നു. DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഈ സംഭവം നടക്കുമ്പോൾ MR അജിത് കുമാർ ആയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP. ADGPയുടെ ഓഫീസിലുള്ള 2 SIമാരാണ് രേഖകൾ പരിശോധിച്ചത്. പിന്നീട് ADGPയുടെ ഓഫീസിൽ നിന്ന് തിരുത്തൽ വരുത്തിയെന്നതടക്കമുള്ള മൊഴി ഈ കേസിൽ നിർണായകമായി മാറിയിരുന്നു. അതിനിടെ കേസിലെ പ്രതികളായ 5 പോലീസുകാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി പ്രതികളുടെ വിശദീകരണം തേടിയിരുന്നു. ഈ സംഭവത്തിൽ മുൻകൂർ ജാമ്യമൊക്കെ പ്രതികൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. അത് പക്ഷേ സർക്കാരിന് തിരിച്ചടിയെല്ലാം മറിച്ച് മറ്റ് നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു UDFനെ സംബന്ധിച്ച് അവർ പ്രതികരിച്ചത്. ഏറെ വിവാദമായ നിർണായകമായ കേസിൽ UDF സർക്കാർ അധികാരത്തിലേറെ ഉടൻ തന്നെ ഈ കേസിലാണ് SIT അന്വേഷണം വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തിയത്. അതിന് പിന്നാലെയാണ് SIT അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ADGP അജിത് കുമാറിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതേസമയം നടപടിക്കെതിരെ ADGP അജിത് കുമാർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക ആഭ്യന്തര വകുപ്പിന് ഒരു വശത്തുണ്ട്. ഇത് മറികടക്കാനുള്ള നിയമവശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചിരുന്നു. SIT സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ DGP നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അടക്കമുള്ള 5 പേരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും ADGP MR അജിത് കുമാറിനെതിരെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ റിപ്പോർട്ട് മുന്നിൽ വന്നാൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.